മൈ വേ ബൈ കല്യാൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. യൂട്യൂബ് കണ്ടന്റ് സ്ട്രൈക്ക് പോളിസി എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മളെ കണ്ടന്റ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്ററിന് പറ്റും. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇതിനങ്ങനെ കാണേണ്ട ഒരു വിഷയമാണോ? ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചൊളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. മൈ വേ ബൈ കല്യാൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗറോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ഒരു കാര്യം യൂട്യൂബ് കണ്ടന്റ് സ്ട്രൈക്ക് പോളിസി എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മളെ കണ്ടന്റ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്ററിന് പറ്റും. അങ്ങനെ ഒരു 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ പൂട്ടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പലരും വളരെ സെൻസിറ്റീവായിട്ടാണ് ഈ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയത്തോടെയാണ് ഇതിനെ കാണുന്നത്. ഇതിനങ്ങനെ കാണേണ്ട ഒരു വിഷയമാണോ? ഇതെങ്ങനെ നേരിടാം എന്നുള്ള കാര്യം കൂടിയുണ്ട് ഈ റിയാക്ഷൻ കൊണ്ട് നമ്മൾ കവർ ചെയ്തത്. ഇത്തരത്തിൽ അവരുടെ വീഡിയോക്കെതിരെ പ്രതികരിച്ച റീലും റിയലും എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആ ചാനലിലെ വ്യക്തി വന്ന് പറയുന്ന 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങളാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഈ കണ്ടന്റ് സ്ട്രൈക്കിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ട് നോക്കാം. സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ കല്യാണിയുടെ 2 വീഡിയോ എടുത്തിട്ട് അതിന്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ പാർട്ടാണ് ചേർത്ത് വെച്ചാലും അവർക്ക് സ്ട്രൈക്ക് വരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. സ്ട്രൈക്ക് ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഉച്ച വരെ അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് സ്ട്രൈക്കും കിട്ടിയില്ല. പിന്നെ അശ്വതി സുബോധിന് സ്ട്രൈക്ക് കൊടുത്തത് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തത് കൊണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വൈകുന്നേരം കുറച്ചു നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇല്ല. എൻ്റെ വേറൊരു വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കല്യാണിയുടെ റിയാക്ഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിയായപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു, എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് കമൻ്റ് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ അയ്യോ ഈ വീഡിയോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കല്യാണിയുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല, കല്യാണിയെ കുറിച്ച് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നില്ല. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞരം കുത്തി കാണിക്കുക, ഉടുമുണ്ടൊക്കി കാണിക്കുക എന്ന് പറയുന്ന ഉളത്തരം നാട്ടിലുള്ള ഒരു പ്രയോഗമാണ്. അതാണ് ഈ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികളോട് ചെയ്യുന്നത്. അവരൊരു വിഷയത്തിൽ വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തെ താങ്ങാനുള്ള സാമാന്യ മാനസികാവസ്ഥയില്ല, വെറും ലുട്ടാപ്പി മൈൻഡാണ്. ലുട്ടാപ്പി മൈൻഡ് എന്ന് പറഞ്ഞാൽ ലുട്ടാപ്പി മൈൻഡത്തിൻ്റെ എക്സ്ട്രീമാണ് ഇവരൊക്കെ. അത്തരത്തിൽ 1-2 ലുട്ടാപ്പി മൈൻഡുകൾ എനിക്ക് നേരത്തെ തുടങ്ങി അറിയാം. അങ്ങനെയുള്ള ചില ലുട്ടാപ്പി മൈൻഡുകളിൽ ഒന്നാണ് ഈ ഒലിവിയ ഡിസൈൻസ്. റീസെൻ്റുള്ള ചില കാര്യമുണ്ട് പറയുന്നത്, ഒരു വർഷത്തിനിടെ നടന്ന സംഭവമാണ് പറയുന്നത്. ഒലിവിയ ഡിസൈൻസ് ഇതേപോലെ വിമർശനം വന്നപ്പോൾ ആളുകളുടെ ചാനൽ കണ്ടന്റ് സ്ട്രൈക്ക് ചെയ്ത ആളാണ്. പിന്നെയുള്ളത് ഒരു ഓൺലൈൻ മീഡിയ പ്രവർത്തകനുണ്ട്, ഹൈദരാലി എന്ന് പറയുന്ന പുള്ളിക്കാരൻ. റീസെൻ്റായിട്ട് ആക്ടർ ബാലയ്ക്കെതിരെയൊക്കെ പ്രതികരിച്ചവർക്ക് നടത്തിയത്. പിന്നെ ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഒട്ടും എത്തിക്കലല്ലാതെ വിമർശനങ്ങളെ നേരിടുന്ന ചില ലുട്ടാപ്പി മൈൻഡുകളാണ് ഈ പരിപാടി ചെയ്യുന്നത്. അത്തരത്തിൽപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ലുട്ടാപ്പി മൈൻഡ് മാത്രമാണ് ഈ മൈ വേ ബൈ കല്യാൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെയൊന്നും നമുക്ക് പറഞ്ഞ് തിരുത്തിക്കാനൊന്നും കഴിയില്ല. കാരണം ഇവർ നാളെ ഇത് വന്നു കഴിയുമ്പോൾ ആദ്യം ഇവരുടെ മനസ്സിൽ വരുന്നത് എൻ്റെ വിമർശനം പുറത്താൾ എത്തുന്നതിന് മുമ്പ് അതെങ്ങനെയെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് പൂട്ടിക്കെട്ടണം. അതിനു വേണ്ടിയാണ് ഇവർ ഈ യൂട്യൂബിലെ കോപ്പറേറ്റ് സ്ട്രൈക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഇത് ദുരുപയോഗം ചെയ്യലാണ്. യൂട്യൂബിലെ ഒരു പോളിസി അല്ലെങ്കിൽ യൂട്യൂബിലെ കോപ്പറേറ്റ് സംരക്ഷിക്കാനുള്ള ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. പണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യൂട്യൂബ് ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 2003-2004 കാലഘട്ടത്തിൽ യൂട്യൂബ് ലോഞ്ച് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ഹോസ്റ്റിംഗ് ആൻഡ് ഷെയറിംഗ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് മൂവി ക്ലിപ്സുകൾ, സിനിമാ പാട്ടുകളൊക്കെ ആളുകൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. വീഡിയോ അങ്ങനെ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു, സിനിമകളൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അന്ന് യൂട്യൂബിന് ഒരുപാട് ഈ കോപ്പറേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമക്കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കേസ് കൊടുത്തു യൂട്യൂബിനെതിരെ. അന്ന് മുതൽ യൂട്യൂബ് കോപ്പിറൈറ്റ് ഉള്ള സാധനങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഹറൻറ്റ് കോപ്പിറൈറ്റ് ഉള്ള, നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കൊരു ഇൻഹറൻറ്റ് കോപ്പിറൈറ്റ് കിട്ടും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ കടയിൽ പോയൊന്നും കോപ്പിറൈറ്റ് വാങ്ങണ്ട. ഇപ്പോൾ നമ്മുടെ സംവിധാനങ്ങളുണ്ട് കോപ്പറേറ്റ് ഒക്കെ എടുത്തു തരുന്നത്. അങ്ങനെ പോകണമെന്ന് പോലും നിർബന്ധമില്ല. അതുപോലും സംരക്ഷിക്കുന്ന രീതിയിൽ യൂട്യൂബ് ഉണ്ടാക്കിയൊരു പോളിസിയാണ് ഈ കണ്ടന്റ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഇതുപോലെ പാട്ടുകൾ, സിനിമകൾ, അല്ലെങ്കിൽ ഒരാൾ ഒറിജിനലി ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങൾ അങ്ങനെ തന്നെ അടിച്ചു മാറ്റി പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് യൂട്യൂബ് നിർത്തിയിട്ടുള്ളത്. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു കമൻട്രി അകത്ത് പറയാനുണ്ട് എങ്കിൽ അത്തരത്തിൽ കണ്ടന്റ് എടുക്കുന്നതിന് യൂട്യൂബിൻ്റെ ഫെയർ യൂസേജ് പോളിസിയിൽ വരുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നിട്ടും എങ്ങനെയാണ് ഇവരിങ്ങനെ കണ്ടന്റ് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന്. വളരെ എളുപ്പമാണ്. നമ്മൾ യൂട്യൂബിൻ്റെ ഒരു കണ്ടന്റ് സ്ട്രൈക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ടന്റ് എടുത്തിട്ട് ഏത് മുതൽ ഏത് പോർഷൻ വരെയാണ് എൻ്റെ കണ്ടന്റ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും എൻ്റെ ഏത് കണ്ടന്റിൽ എടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമായിരിക്കും ആ സമയത്ത് യൂട്യൂബ് പരിശോധിക്കുന്നത്. അത് കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ അത് സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കത് അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്തതിന് ശേഷം അത് ഫെയർ യൂസേജ് പോളിസിയിൽ വന്നിരിക്കുക, നിങ്ങൾക്കത് വിശദമാക്കാം. ഇപ്പോൾ ഈ ഇതിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ക്രീം ഉപയോഗിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ചാനലിലെ ചില കാര്യങ്ങൾ
പറയുന്നതിൽ വാസ്തവ വിരുദ്ധതയുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന കാര്യമാണ്. ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരുടെ യൂട്യൂബ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ് നമ്മൾ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഴുവൻ വീഡിയോയും യൂട്യൂബ് പരിശോധിക്കും അത്തരത്തിലൊരു സംഭവം ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു ഫെയർ യൂസേജ് പോളിസിയുടെ കീഴിൽ വരുന്നതാണ്, കമൻട്രിയുടെ കീഴിൽ വരുന്നതാണ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സ്ട്രൈക്ക് ചെയ്തത് അയാൾക്ക് പ്രശ്നമാകുന്ന രീതിയിൽ യൂട്യൂബ് ആ സ്ട്രൈക്ക് പിൻവലിക്കും. ഇതുപോലെ മറ്റ് ചാനലുകളും ഈ കണ്ടന്റ് ക്രിയേറ്റർ ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ യൂട്യൂബ് ചാനലായിരിക്കും പണി കിട്ടുക. ഇനി ഒന്നും കൂടി ഞാൻ ഉറപ്പിച്ചു തരാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ചാനൽ മോണറ്റൈസ്ഡ് ആണെന്ന് വിചാരിക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നിങ്ങളുടെ ചാനൽ മോണറ്റൈസ്ഡ് ആണ്. നിങ്ങളുടെ എല്ലാ വീഡിയോയും മാനുവലി പരിശോധിച്ചിട്ടാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള വീഡിയോ മാനുവലി പരിശോധിച്ചിട്ടാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി നൽകുന്നത്. അപ്പോൾ യൂട്യൂബിന് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ റിവ്യൂ ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ ക്ലിപ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഉപയോഗിച്ചത് യൂട്യൂബ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, ആ റിവ്യൂ ചെയ്തത് യൂട്യൂബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ചാനലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി നൽകിയിരിക്കുന്നത് എന്നുള്ള സാമാന്യ ചിന്ത മാത്രം മതി. ഇത്തരത്തിൽ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന, കോർപ്പറേറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്ന യൂട്യൂബ് നൽകുന്ന ഒരു ഫീച്ചർ ദുരുപയോഗം ചെയ്യുന്നവരെ ഒതുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം അപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി ഡീറ്റെയിൽസ് വെച്ച് അപ്പീൽ ചെയ്യുക, ഇട്ടവന് നേരെ തിരിച്ച് പണി കിട്ടിക്കോളും. അടുത്തൊരു കാര്യം പറയുന്നത് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന വ്ളോഗർമാരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ അർച്ചന പറഞ്ഞ പെൺകുട്ടി തന്നെ ആദ്യം കുറച്ച് നിറം കുറഞ്ഞിരുന്ന പെൺകുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് പ്രൊമോഷൻ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി ഇതൊക്കെ വരുത്തേച്ച് കണ്ടോ ഞാൻ വെളുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ധാരാളം വീഡിയോ ചെയ്തു. ആ കുട്ടി നിറണ്ട്, ഇപ്പൊ കണ്ടാലും നിറണ്ട്. പക്ഷെ ആ കുട്ടിയുടെ വിവാഹത്തിന്റെ വീഡിയോ കണ്ട് വിവാഹം നടന്ന സമയത്ത് വേറെ ചാനലുകാര് ആ കുട്ടിയുടെ വീഡിയോ കാണിച്ചപ്പോൾ ആ കുട്ടി നിറയില്ല, പഴയ നിറം തന്നെ ആ കുട്ടിയുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഈ ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്തിട്ട് മുഖത്ത് കുരു ഇല്ല, എന്റെ മുഖത്ത് ക്രീം തേച്ചുകൊണ്ടാണ് ഈ നിറം വന്നത് എന്നൊക്കെ കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ. ഇത് തുടർന്ന് വരുന്ന ഭാഗത്ത് ആ കുട്ടി അത് വിശദീകരിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഫെയർനെസ് ക്രീമുകൾ ആളുകളെ ആരോഗ്യപരമായിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞിട്ട് റീസെൻ്റ് ആയിട്ട് കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് നമ്മൾ സ്കിന്നിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളുടെ ആന്തരാവയവങ്ങളെ കൂടി, നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇതുപോലുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത്. ഇത് സത്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫെയർനെസ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫെയർനെസ് പ്രോബ്ലംസ് പരിശോധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കതിൽ താല്പര്യമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുഖം ഡ്രൈ ആയിട്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കൈ ഇങ്ങനെ ഓടിച്ചാൽ മതി, വെള്ളപ്പാട് വരും. അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നത്. എന്ന് കരുതി എൻ്റെ ഈ കണ്ണിന് താഴെയുള്ള കറുത്തപാട് കണ്ട് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചുകൂടെ. ചിലർ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ മേടിക്കാറുണ്ട്, പക്ഷേ അത്ര കോൺഷ്യസ് അല്ല ഞാൻ ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കഴിയുമ്പോൾ ഞാൻ ആ കാര്യം വിട്ടു. ഇക്കാര്യത്തിൽ ഞാൻ കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട്. പക്ഷേ കോൺഷ്യസ് ആകുന്ന ആൾക്കാരുണ്ട്, അവരുടെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാൻ കോൺഷ്യസ് ആകുന്ന വിഷയം എൻ്റെ ഔട്ട്ഫിറ്റും അതേപോലെ എൻ്റെ ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ ഒരാൾ ഞാൻ വെളുത്തു എന്ന് പറഞ്ഞൊരു ക്രീം എടുത്ത് നിങ്ങളെ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ച് ബോധ്യപ്പെടുത്താതെ പറയുന്നത് വളരെ അൺഎത്തിക്കലായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം മറ്റൊരു കരച്ചിലാണ്. ഈ കരച്ചിൽ നിരന്തരം കേട്ട് കോമഡിയായി മാറിയിട്ടുണ്ട്. ആ സംഭവം ഇതാണ്. പിന്നെ അവര് പറയുന്നത് റിയാക്ഷൻ വീഡിയോക്കാർ, ഇന്നലെ മുളച്ചു വന്ന റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് അവരെ കണ്ടിട്ടങ്ങ്, അവരെ ഇട്ടിട്ട് റീച്ച് കിട്ടിയിട്ടങ്ങ് വളർന്നു വലുതാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. സാമാന്യം കേൾക്കുന്ന ഒരു കരച്ചിലാണ്. ഇപ്പോൾ അന്ന് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ മുതൽ ഇങ്ങോട്ട് ഒലിവിയ ഡിസൈൻസ് കൊടുക്കുന്ന അവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ വീഡിയോസ് ഇട്ട് വീട്ടിൽ കഞ്ഞി മേടിക്കുന്നവർ മേടിച്ചോട്ടെ. ദിയാ കൃഷ്ണയുടെ വിമർശനം വന്നപ്പോൾ അവരുടെ അമ്മ ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു. ഡ്രാമ കളിക്കുന്നവർ, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നവരുടെ പേര് ഞാൻ മറന്നുപോയി. ഫോക്കസ് ടി വിയിലേക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു വ്യക്തി, പുള്ളിക്കാരത്തി ഇതേമാരെ പറയുന്നത് കേട്ടു. ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത് നിരന്തരം കേൾക്കുന്ന കരച്ചിൽ. രേണുസുതി ഇത് തന്നെ പറയാറുണ്ട്. ഈയിടക്കുന്ന ഒരു നൃത്താധ്യാപികയുണ്ടല്ലോ, ഞാൻ അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴേക്കും അവരുടെ ഫേസ്ബുക്കിൽ എന്നെക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്ത് നിറയെ തെറി വിളിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ സംഭവം തന്നെ, എൻ്റെ കണ്ടൻറ്റ് വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്ന സംഭവം തന്നെ. നമ്മൾ പറയുന്ന ആശയത്തിന് മറുപടി ഉണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളുടെ ഈ കണ്ടന്റ് കൊണ്ട് റീച്ച് ഉണ്ടാക്കുക. റീച്ചിന് വേണ്ടി തന്നെ എല്ലാവരും ചെയ്യുന്നത്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതാരായാലും ചെയ്യുന്നത്. ഒരു സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തി പോലും, തൻ്റെ ഒരു ഫോട്ടോ DP മാറ്റുന്ന ഒരു വ്യക്തി പോലും വിചാരിക്കുന്നത് കുറച്ചാളുകൾ DP മാറ്റിയത് കാണണം, അത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അല്ലേ? നമ്മൾ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ പോലും ഭൂരിഭാഗം വരുന്ന ആൾക്കാരും വിചാരിക്കുന്നത് അത് മറ്റുള്ളവർ കാണണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഞാൻ തന്നെ കണ്ട് അത് മടക്കി വെച്ചാൽ പോരെ. മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹമാണ്. അതും ഒരു റീച്ച് ആഗ്രഹിക്കുന്ന പരിപാടി. എല്ലാവരും അതിനുവേണ്ടി തന്നെ ചെയ്യുന്നത്. ഈ റീച്ച് കൊണ്ട് ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യമില്ല. പക്ഷേ റീച്ച് ഉണ്ടാവണം എന്നുള്ളൊരു കണ്ടന്റ് എടുക്കില്ല. ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കിയാൽ ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ഒരു ഹോട്ട് കേക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും എനിക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം എടുക്കണം. അല്ലെങ്കിൽ ദിവസേന ഇടാനുള്ള കണ്ടന്റ് അവരോട് ഒരു ദിവസം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം നോക്കിയാലും റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ എടുക്കുന്ന സബ്ജക്റ്റ് ഞാൻ കാണുന്നുണ്ട്. ഒരുപാതിരപ്പെട്ട ആളുകൾക്ക് അവർക്ക് എല്ലാ ദിവസവും ഒരു പുതിയ സബ്ജക്റ്റ് രേണു സുധി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു മൃണാളിൻ്റെ സബ്ജക്റ്റ് ചെയ്തതിനു ശേഷം കുറേ ആളുകൾ മൃണാളിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അവരോട് കൂടി ഒരു മറുപടിയാണ് കേട്ടോ. നിങ്ങൾ അയച്ചു തരുന്ന വീഡിയോ ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് വീഡിയോ അതിനകത്ത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2-3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു തന്നെയാണ് അതേ സബ്ജക്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ചർവണം പോലെയാണ്. നമ്മൾ പറഞ്ഞ് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്ന പോലെയാണ്. പറയുന്നതിൽ തെറ്റുണ്ടൊന്നുമല്ല. ചില കാര്യങ്ങൾ നമ്മൾ സമൂഹത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഒരേ കാര്യത്തിൽ ഒരാൾ പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു ബോറടിയുണ്ട്. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്, അല്ലാതെ അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല. രണ്ടാമത്തെ ഒരു കാര്യം, രേണു സുധീര പോലുള്ള വിഷയങ്ങളൊക്കെ അയച്ചു തരുമ്പോഴേക്കും അത് ആ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടില്ല എങ്കിൽ കൂടി അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു റെലവൻസ് എനിക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ എനിക്കെന്ത് പറയാനാണ് എന്നുള്ളൊരു കാര്യം വരുമ്പോഴാണ് ഞാനത് പറയാത്തത്. പിന്നെ ചില വിഷയങ്ങളിൽ ഞാനൊരു പെർഫെക്റ്റായ മനുഷ്യനൊന്നുമല്ല. അയാൾ ചെയ്ത അതേ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തിരുത്തിയിട്ട് വേണം അതിനെക്കുറിച്ച് പറയാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെ വരുമ്പോഴേക്കും എനിക്കതിനകത്തൊരു കോൺഫ്ലിക്റ്റ് വരും. ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റേയാളെക്കുറിച്ച് ആ കുറ്റം പറയുക എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് എനിക്ക് വരും. അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ ഞാൻ ആദ്യം തിരുത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട് ടോപ്പിക്കുകൾ. അതുകൊണ്ടാണ് നിങ്ങൾ അയക്കുന്ന ചില ടോപ്പിക്കുകൾ ഞാൻ സംസാരിക്കാത്തതല്ലാതെ അത് അവോയ്ഡ് ചെയ്യുന്നതല്ല. പറ്റാവുന്ന എല്ലാ വിഷയവും ഞാൻ സംസാരിക്കാറുണ്ട്. ചില വിഷയങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ജോലിയുടെ തിരക്കുകൊണ്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനോ പിന്നീട് പബ്ലിഷ് ചെയ്യാനോ പറ്റില്ല. അപ്പോഴേക്കും ആ വിഷയത്തിൻ്റെ റിലവൻസ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടി സംഭവം ചെയ്യാറില്ല. റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ കാശ് കിട്ടാൻ വേണ്ടി ചെയ്യാറില്ല. ഇതിൽ നിന്ന് വരുന്ന വരുമാനം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ നിന്ന് വരുന്ന പൈസ ഉപയോഗിക്കുന്നത്. ഇനി അഥവാ ആ വരുമാനം യൂട്യൂബിൽ വന്നില്ലെങ്കിലും എനിക്കല്ലാതെ ലഭിക്കുന്ന വരുമാനത്തിൽ ഞാൻ ആ പൈസ ഉപയോഗിക്കും എന്ന് കരുതി റീച്ച് കിട്ടിയ സന്തോഷമില്ലെന്ന് വെച്ചാൽ റീച്ച് കിട്ടിയ സന്തോഷം, പൈസ കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ സങ്കടമില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കരച്ചിലുകളല്ല ഇതുപോലുള്ള വ്ളോഗേഴ്സ് ചെയ്യേണ്ടത്. കണ്ടൻറ്റ് സ്ട്രൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതേമാതിരി വന്നിരുന്ന് മെഴുകലോ അല്ല. വിമർശനങ്ങളെ ക്രിയാത്മകമായിട്ട് എടുത്തിട്ട് അതിൽ നിങ്ങൾക്കെന്ത് തിരുത്തൽ വരുത്താൻ പറ്റും എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ സംഭവങ്ങളെ കണ്ടിട്ട് ഈ 3 വിഷയങ്ങളിലും പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.